നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ന്യൂസ് പേപ്പറിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടെ വായിച്ചെടുക്കുക വളരെ പാടാണ്. എങ്കിലും നമ്മളിപ്പോൾ 2 ക്ലാസ് ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ന്യൂസസ് കവർ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി 2 ദിവസം നമ്മൾ ന്യൂസ് പേപ്പർ കട്ടിങ് എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ഫേസ് നോക്കിക്കഴിഞ്ഞാൽ പത്ര കട്ടിങ്ങുകളിൽ നിന്ന് ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. അതായത് അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെബ്രുവരി വരെയുള്ളത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ നാസ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സ്പേസ് ടെക്നോളജി ആണെങ്കിലും ജനുവരി വരെയുള്ളത് കവർ ചെയ്തിരുന്നു. പക്ഷേ ഡിഗ്രി പ്രിലിം സെക്കൻഡ് ഫേസിൽ ഫെബ്രുവരിയിലുള്ള ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പത്ര കട്ടിങ്ങുകളിലൂടെ മുന്നോട്ട് പോവാം. അപ്പോൾ 5ാമതും വ്ളാഡിമിർ പുടിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ റഷ്യ യുക്രൈൻ വാറൊക്കെ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ആ വാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 5ാമതും വ്ളാഡിമിർ പുടിൻ, അതായത് 2035 വരെ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആയിരിക്കാനുള്ള ഭരണഘടനാ സംവിധാനങ്ങളെല്ലാം അദ്ദേഹം ആക്കിയിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിലും കൊണ്ടുവരും എന്നൊക്കെ ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞിരുന്നു അല്ലേ. നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ നരേന്ദ്രമോദിക്ക് സ്ഥിരമായിട്ട് വ്ളാഡിമിർ പുടിനെ പോലെയാവും, ഏകാധിപതിയാവും, ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു അല്ലേ. കൺസേൺസ് അല്ല, അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടീസ് പറഞ്ഞ ഒരു കൺസേൺ ആയിരുന്നു ഇത്. അപ്പോൾ തുടർച്ചയായിട്ടും 5ാം തവണ നമ്മുടെ റഷ്യയുടെ പ്രസിഡൻ്റായിട്ട്, എത്രാമത്തെ തവണയാണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക, 5ാം തവണ റഷ്യയുടെ പ്രസിഡൻ്റായിട്ട് വ്ളാഡിമിർ പുടിൻ ചുമതലയേറ്റു. മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 87% വോട്ട് നേടിയാണ് പുടിൻ ജയിച്ചത്. എത്ര ശതമാനം വോട്ട് നേടി? 87%. വളരെ ഹ്യൂജ് മാർജിനാണ് അല്ലേ. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും തീരുമാനിക്കാനുള്ള ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു പദവിയാണ് അതിൽ ലഭിക്കുന്നത്. ക്രെംലിൻ കൊട്ടാരത്തിലെ സെന്റ് ആൻഡ്രൂ ഹാളിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. എവിടെയാണ്? ക്രെംലിൻ കൊട്ടാരത്തിലെ സെന്റ് ആൻഡ്രൂ ഹാളിൽ. അടുത്തത് 1999 റഷ്യയുടെ പ്രധാനമന്ത്രിയായാണ് പുടിൻ അധികാരത്തിൽ കടന്നു വന്നത്. എന്നാണ് റഷ്യയിലേക്ക് അല്ലെങ്കിൽ ഒരു അധികാര രംഗത്തേക്ക് വ്ളാഡിമിർ പുടിൻ വരുന്നത്? 1999 റഷ്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് ആദ്യം അദ്ദേഹം അധികാര രംഗത്തേക്ക് കടന്നു വന്നത്. 2022 ഒരു ചട്ടം നടപ്പിലാക്കി, ഭരണഘടനയെ ഒന്ന് പൊളിച്ചെഴുതി അദ്ദേഹം. എന്നിങ്ങനെയാണ് 2035 2036 വരെ അധികാരത്തിൽ തുടരാൻ വ്ളാഡിമിർ പുടിന് സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആജീവനാന്ത കാലം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് 2022 നടപ്പിലാക്കിയ നിയമപ്രകാരം 2036 വരെ അധികാരത്തിൽ തുടരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് ഒരു യുദ്ധമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ പ്രസിഡന്റിനോട് ജനങ്ങൾക്കൊരു ഒരു ഇഷ്ടക്കേടുണ്ടാവും. പക്ഷേ പുടിൻ്റെ കാര്യത്തിൽ മറ്റൊന്നാണ് സംഭവിച്ചത്. പുടിനെ രാജ്യത്തിലുള്ള ജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്തത്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ മൈക്രോ കൺട്രോളർ നിയമിച്ചു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നൂല ഇല്ലേ. പ്രത്യേകിച്ച് മൈക്രോ കൺട്രോളർ ഇപ്പോഴാണോ ആദ്യമായിട്ടൊരു മൈക്രോ കൺട്രോളർ നിർമ്മിക്കുന്നത്? പക്ഷേ നമ്മൾ ഇത്രയും നാൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ആരെയാണ്? ചൈനയാണ്. ചൈനീസ് സാധനങ്ങൾ വാങ്ങിക്കില്ല, പിന്നെ നമ്മൾ ചൈന സാധനങ്ങൾ നിരോധിക്കും, അല്ലെങ്കിൽ ചൈനീസ് സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല. കളിപ്പാട്ടങ്ങളും സാധനങ്ങളും വാങ്ങിക്കാതിരുന്നാൽ ശരിയാവോ? അല്ലെങ്കിൽ ചൈന സാധനങ്ങൾ നിരോധിച്ചു, അല്ലെങ്കിൽ ചൈനയെ നമ്മൾ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയാനാലും യാതൊരു കാര്യമില്ല. കാര്യം എന്താണ്? മൈക്രോ നമ്മുടെ ഇലക്ട്രോണിക്സ് വേൾഡ്, നമുക്കറിയാം ഇന്ന് നമ്മളൊരു ഇലക്ട്രോണിക്സ് വേൾഡിലാണ് ജീവിക്കുന്നത് അല്ലേ. ആ ഫുൾ ബേസ്ഡ് ഓൺ ഇലക്ട്രോണിക് ടെക്നോളജിയിലാണ് ഇല്ലേ. നിങ്ങൾ രാവിലെ എണീറ്റ് നോക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺ തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു രാജ്യത്തിൻ്റെ ഒരു ഭരണരംഗത്ത് വരെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടേഴ്സും ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇലക്ട്രോണിക് ടെക്നോളജീസിനെ ബേസ് ചെയ്തിട്ടാണത്. ആ ഇലക്ട്രോണിക് ടെക്നോളജിയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ആളാരാണ്? മൈക്രോ കൺട്രോളേഴ്സ്. അപ്പോൾ ഈ മൈക്രോ കൺട്രോളേഴ്സ് നിർമ്മിക്കാൻ നല്ല പാടാണ്. കാരണം എന്താണ്? വളരെ ചെറിയ സാധനമാണ് അല്ലേ. അപ്പോൾ അതിനുള്ള ടെക്നോളജി എല്ലാം അത്രയും മൈന്യൂട്ടാണ്, അത്രയും പ്രിസിഷൻ പെർഫെക്ഷൻ വേണം. അതിന്ന് വരെ ഇന്ത്യയിൽ സ്വന്തമായിട്ട് വളരെ ചെറിയ തോതിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ മൈക്രോ കൺട്രോളേഴ്സ് നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ വളരെ വലിയൊരു ചുവടുവെപ്പാണെന്ന് തന്നെ പറയാം. അപ്പോൾ മദ്രാസ് IITയുടെ ഇൻക്യുബേഷൻ സെല്ലിൻ്റെയും പ്രവർത്തക് ടെക്നോളജി, മദ്രാസ് IITയുടെയും ഇൻക്യുബേഷൻ സെൽ പ്രവർത്തക് ടെക്നോളജിയുടെയും കൂടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൈൻക്രോ എന്ന സ്റ്റാർട്ടപ്പും സെക്യൂർ IoT
എന്ന് പേരിട്ടിരിക്കുന്ന സെക്യൂർ IoT, എന്താണ് സെക്യൂർ IoT എന്ന് പേരിട്ടിരിക്കുന്ന ആ ഒരു ചിപ്പ് നിർമ്മിച്ച ആളാണ് മൈൻഡ്ഗ്രോവ് എന്ന സ്റ്റാർട്ടപ്പ്. ആരുടെയൊക്കെ സഹായത്തോടെയാണ്? മദ്രാസ് IITയുടെയും ഇൻക്യുബേഷൻ സെല്ലിൻ്റെയും കൂടെ ഒരു പ്രവർത്തക് ടെക്നോളജി ഫൗണ്ടേഷൻ്റെ സഹായത്തോടെയാണ് മൈൻഡ്ഗ്രോവ് എന്ന സ്റ്റാർട്ടപ്പ് എന്ത് നിർമ്മിച്ചത്? സെക്യൂർ IoT. സെക്യൂർ IoT. മൈക്രോ കൺട്രോളറിൻ്റെ പേരെന്താണ്? സെക്യൂർ IoT. ഇനി മിനി കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ വിവിധ ഇലക്ട്രോണിക് ഘടകങ്ങളെ ഒരൊറ്റ ചിപ്പിലേക്ക് സംയോജിപ്പിക്കുകയാണ് എന്ത്? മൈക്രോ കൺട്രോളറിൻ്റെ ധർമ്മം. മൈക്രോ കൺട്രോളർ എന്താ ചെയ്യുക? ചെറിയ മിനി കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് ഘടകങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ VLSI ടെക്നോളജിയൊക്കെ അല്ലേ, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എല്ലാ ടെക്നോളജീനെ ഒന്ന് സംയോജിപ്പിച്ച് അതിനെ മൈക്രോ കൺട്രോളറിലേക്ക് കൊണ്ടുവരികയാണ് മൈക്രോ കൺട്രോളറിൻ്റെ ധർമ്മം. കച്ചാദ്വീപ് എവിടെയാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്നതാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് കണക്കാക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ തമിഴിൽ കച്ചാദ്വീപ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? തരിശ് ദ്വീപ് എന്നാണ്. അത് പിന്നീട് ഇന്ത്യൻ ഗവൺമെൻറ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയും ശ്രീലങ്ക അതിന് അവകാശവാദം ഉന്നയിക്കുകയും ഇന്ത്യ അത് വിട്ടുകൊടുക്കുകയും ചെയ്തതാണ്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ നരേന്ദ്രമോദി എന്തിനാണ് അത് വിട്ടുകൊടുത്തതെന്ന് പറഞ്ഞൊരു പരാമർശം നടത്തി. അങ്ങനെയാണ് ഈ ഒരു ന്യൂസിൽ അത് വരികയും ചെയ്തത്. അപ്പോൾ 285 ഏക്കർ വിസ്തൃതിയുള്ള ജനവാസമില്ലാത്ത ഈ ദ്വീപ് നിലവിൽ ശ്രീലങ്കയുടെ ജാഫ്ന ജില്ലയുടെ ഭാഗമാണ്. ശ്രീലങ്കയുടെ ഏത് ജില്ലയുടെ ഭാഗമാണ് ഈ ജനവാസമില്ലാത്ത ദ്വീപ്? ജാഫ്ന ജില്ല. ആദ്യകാലത്ത് ജാഫ്ന സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ദ്വീപ് 17-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം കേന്ദ്രീകരിച്ച് രാമനാട് രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യകാലത്ത് ജാഫ്ന സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് അതെന്തായി? നമ്മുടെ 17-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ രാമനാഥപുരം കേന്ദ്രീകരിച്ച് രാമനാട് രാജ്യത്തിൻ്റെ അധീനതയിലാണ് ഇത് ഉണ്ടായിരുന്നത്. 1974 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം കരാറിലൂടെ കച്ചാദ്വീപ് ശ്രീലങ്കയുടെ ഭാഗമാണെന്ന് അംഗീകരിച്ചു. ഈ ഒരു കാര്യത്തിനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് വളരെയധികം നിശ്ചിതമായിട്ട് വിമർശിച്ചത്. ഇലക്ഷൻ്റെ ഭാഗമായിട്ടാവാം. അപ്പോൾ 285 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ജനവാസമില്ലാത്ത ഒരു ദ്വീപായിരുന്നു. ആദ്യം ജാഫ്ന സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീടത് രാമനാഥപുരം, തമിഴ്നാട്ടിലെ രാമനാഥപുരം കേന്ദ്രീകരിച്ച രാമനാട് രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം കരാറിലൂടെ കച്ചാദ്വീപ് ശ്രീലങ്കയ്ക്ക് നൽകുകയാണ് ചെയ്തത്. 50 വർഷം മുമ്പ് ഈ ഒരു കൈമാറ്റം നടത്തിയ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയത്. അങ്ങനെയാണ് ഈ കച്ചാദ്വീപ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കാരണം നമ്മളുടെ വളരെ തന്ത്രപ്രധാനമായ ഒരു ഭാഗത്താണ് ഈ കച്ചാദ്വീപ് ഉള്ളത്. അപ്പോൾ അത് വിട്ടുകൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു. അടുത്തത് UN പാലസ്തീൻ പ്രമേയം. പാലസ്തീനിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ പൂർണ്ണ അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് UN പൊതുസഭയിലെ കരട് പ്രമേയത്തിൽ ഇന്ത്യ ഉൾപ്പെടെ, ശ്രദ്ധിക്കുക, ഇന്ത്യ ഒപ്പോസ് ചെയ്തിട്ടില്ല, ഇന്ത്യ ഉൾപ്പെടെ 143 രാജ്യങ്ങൾ അനുകൂല വോട്ട് രേഖപ്പെടുത്തി. സാധാരണ പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഇന്ത്യ മാറി നിൽക്കാറാണ് പതിവ്. ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടില്ല. ഇന്ത്യ പലസ്തീനും പൂർണ്ണ അംഗത്വം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയുടെ അധ്യക്ഷ പദവിയുടെ UAE ആണ് 193 അംഗങ്ങളുള്ള പൊതുസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. ഇതിൻ്റെ പ്രമേയം അവതരിപ്പിച്ച ആളാരാണ്? അത് UAE ആണ്. UAEയുടെ ഒരു ചെറിയൊരു എന്താ പറയുക സമ്മർദ്ദം ഇന്ത്യക്ക് മേലും ഉണ്ടായിരുന്നു ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ത്യ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്ത് അനുകൂല വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് ഇതുവരെ പലസ്തീനെ ഒരു ഇൻഡിവിജ്വൽ രാജ്യമായിട്ട് അംഗീകരിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പലസ്തീന് ഒരു അംഗത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രമേയം പാസ്സാക്കുകയും ഇന്ത്യ അടക്കം 143 രാജ്യങ്ങൾ അനുകൂല വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു.
അപ്പോൾ ഇതിന് എതിർത്തത് ആരൊക്കെയാണ്? US, ഇസ്രായേൽ അടക്കം 9 രാജ്യങ്ങളാണ് എതിർത്തത്. ആരൊക്കെയാണ്? US-ഉം ഇസ്രായേലും അടക്കം 9 രാജ്യങ്ങൾ എതിർത്തപ്പോൾ 25 പേര് വിട്ടുനിന്നു. ഓക്കെ, അപ്പോൾ എതിർത്ത രാജ്യങ്ങൾ ആരൊക്കെയാണ്? US-ഉം ഇസ്രായേലും അടക്കം 9 രാജ്യങ്ങൾ എതിർത്തു. എന്നാൽ 25 പേര് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ UN അംഗത്വം എന്ന് പറഞ്ഞാൽ രക്ഷാ സമിതിയുടെ അല്ലെങ്കിൽ അധികാര പരിധിയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ രക്ഷാസമിതി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അംഗത്വം നൽകാനാവും. അടുത്തിടെ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലൻഡ് താരമാരാണ്? അത് കോളിൻ മൺറോ ആണ്. ഓക്കെ, അടുത്തിടെ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലൻഡ് താരമാരാണ്? അത് കോളിൻ മൺറോ. 8 ദിവസത്തെ ആദ്യത്തെ കടൽ പരീക്ഷണം നടത്തിയ ഏത് രാജ്യത്തിൻ്റെ വിമാനവാഹിനി കപ്പലാണ് ഫ്യൂജിയാൻ? ചൈനയുടെ വിമാനവാഹിനി കപ്പലാണെന്ത്? ഫ്യൂജിയാൻ. അതെന്ത് ചെയ്ത് ഫ്യൂജിയാൻ ചെയ്തത്? 8 ദിവസത്തെ കടൽ പരീക്ഷണം, ആദ്യത്തെ കടൽ പരീക്ഷണം നടത്തിയ ഏത് രാജ്യത്തിൻ്റെ വിമാനവാഹിനി കപ്പലാണ് ഫ്യൂജിയാൻ? അത് ചൈന. അടുത്തത് 2024 SSLC പരീക്ഷയുടെ വിജയ ശതമാനം എത്രയാണ്? 2024 SSLC പരീക്ഷാ വിജയ ശതമാനം 99.69. 100% ആവാനേ ഇനി ബാക്കിയുള്ളൂ. 99.69% 2024 SSLC വിജയ ശതമാനം. ചൈന ഇന്ത്യയിലെ പുതിയ അംബാസഡറായിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നിയമിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചു വെച്ചിരിക്കാം. ചൈന ഇന്ത്യയിലെ പുതിയ അംബാസഡറായിട്ട് നിയമിച്ചത് സു ഫിയാൻ. ഓക്കെ, ഷു ഫെയ് ഹോങ്. എന്താണ്? ഷു ഫെയ് ഹോങ്ങിനെയാണ് ചൈന ഇന്ത്യയിലെ പുതിയ അംബാസഡറായിട്ട് നിയമിച്ചത്. ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ബാംബി ബക്കറ്റ്. എന്താണ്? ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനുള്ള ഇന്ത്യൻ എയർഫോഴ്സ് ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഉത്തരാഖണ്ഡിൽ വളരെ വലിയൊരു കാട്ടുതീ വന്നിരുന്നു അല്ലേ? ആ കാട്ടുതീ അണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ആ ഒരു ഓപ്പറേഷൻ്റെ പേരാണെന്ത്? ബാംബി ബക്കറ്റ്. 2024 വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെ UN ട്രസ്റ്റ് ഫണ്ടിൽ ഏറ്റവും കൂടുതൽ തുക നൽകിയ രാജ്യം ആരാണ്? നമുക്ക് പെട്ടെന്ന് USA-യും ഇന്ത്യയും അല്ലെങ്കിൽ റഷ്യയൊക്കെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ഇവരെങ്ങനെ ആണോ എന്ന് വെച്ച് നമുക്ക് പെട്ടെന്ന് കുത്താനുള്ളൊരു ടെൻഡൻസി വരും അല്ലേ? കുത്തരുത്. ആരാണ്? ഖത്തറാണ്. ഓക്കെ, ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി എവിടെയാണ്? പഞ്ചാബാണ്. പേര് ശ്രദ്ധിച്ചോളാം. ഗഗൻ സ്ട്രൈക്ക് 2. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി എവിടെയാണ്? അത് പഞ്ചാബാണ്. 2024 മെയ് 11 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് ആർക്കാണ്? റസ്കിൻ ബോണ്ട്. 2024 മെയ് 11 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് ആർക്കാണ്? അത് റസ്കിൻ ബോണ്ടിനാണ്. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ്? അത് ഹേമചന്ദ്രൻ M. നായർ. 70 വയസ്സിന് മുകളിലുള്ള, നമുക്കറിയാം 70 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ക്രിക്കറ്റ് കളിക്കുന്നത് വളരെ അപൂർവമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരുടെ ആ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് നടക്കാൻ പോവാണ്. ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ആരാണ്? ഹേമചന്ദ്രൻ M. നായർ. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ MCU ചിപ്പ് അത് സെക്വർ ലോട്ടാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ MCU ചിപ്പ് എന്താണ്? സെക്വർ ലോട്ട്. 2024 ONV കൾച്ചർ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് പ്രതിഭ റേ. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രതിഭ റേ ആണ്. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹേമചന്ദ്രൻ M. നായർ. MCU ചിപ്പ് നമ്മൾ നേരത്തെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലേ? സെക്വർ IoT അഥവാ സെക്വർ ലോട്ട്. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് പ്രതിഭ റേ. ഇനി സ്കൂൾ ഓൺ വീൽസ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം, അതായത് ഇപ്പോൾ സ്കൂൾ ഓൺ വീൽസ് എന്ന് പറയുമ്പോഴത്തേക്കും സഞ്ചരിച്ചുകൊണ്ടുള്ള സ്കൂള്. ഓക്കെ, അപ്പോൾ സ്കൂൾ ഓൺ വീൽസ് സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. 2024 വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻ പ്രീത് കൗർ. 2024 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ഹർമൻ പ്രീത് കൗറാണ്. ഹർമൻ പ്രീത് കൗർ. അപ്പോൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച്
പത്ര കട്ടിങ്ങുകളും ന്യൂസുമാണ് നമ്മൾ നോക്കിയത്. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.